ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടുള്ള റോസിന്റെ ഡിസൈനാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് ടിഷ്യൂ ആണ്. ഞാനിവിടെ കിച്ചൺ ടിഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്. റോള് വെച്ചു എന്നേ ഉള്ളൂ, നമുക്ക് കുറച്ച് ടിഷ്യൂസ് മതി. പിന്നെ വേണ്ടത് ഗം വേണം. അതേപോലെ ഒരു കളർ പെൻ എടുത്തിട്ടുണ്ട്. കളർ പെൻ ഇല്ല വെച്ചാൽ നമ്മൾ പെയിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കളേഴ്സ് ആയാലും മതി കേട്ടോ. ഇതിൽ കളർ പെൻ ഉള്ളതുകൊണ്ട് ഞാൻ കളർ പെൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു ചെറിയ ഡബ്ബ എടുത്തിട്ടുണ്ട്. അതെനിക്ക് സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അല്ലാണ്ട് പ്രോപ്പറായിട്ട് സർക്കിൾ വരയ്ക്കാൻ അറിയെങ്കിൽ, ഒരേ അളവിൽ വരയ്ക്കാൻ അറിയെങ്കിൽ കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഒരു സർക്കിൾ എടുത്തിട്ടുണ്ട്. ഒരു ഡബ്ബ എടുത്തിട്ടുണ്ട്. സിസേഴ്സ് എടുത്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. സ്ക്യൂവേഴ്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം വേണം. ഗ്ലൂ ഗണ്ണും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളതിലേക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ടിഷ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ ടിഷ്യൂയും നമുക്ക് ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രോപ്പറായിട്ടൊന്ന് മടക്കി എടുക്കാം. ഇതാ ഇങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഈ ഡബ്ബ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഏകദേശം അളവിനാണ് ഞാൻ ഡബ്ബ എടുത്തത്. നമ്മുടെ കളർ ചെയ്യുന്ന പെന്ന് തന്നെ വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻസിൽ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും മാർക്ക് ചെയ്യാം. ഞാൻ ഇപ്പം എന്തായാലും കളർ ചെയ്യുന്ന പെന്ന് വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യാണ്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഇൻസൈഡ് സർക്കിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ സർക്കിൾസ് ആയിട്ട് കുറച്ച് സർക്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാസ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു പെർഫെക്റ്റ് സർക്കിൾ ഒന്നും പറയുന്നില്ല, എന്നാൽ പോലും അത്യാവശ്യം മോശമില്ലാത്തൊരു സർക്കിൾ തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് എൻഡ് നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്യാനുണ്ട്. സോ ഇതേപോലെ ബാക്കി ടിഷ്യൂസും കൂടെ കട്ട് ചെയ്തിട്ട് ഞാൻ വരാം. അപ്പോൾ നമ്മളിങ്ങനെ കുറേ പേപ്പേഴ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഷീറ്റ് വെച്ചത് എന്താ വെച്ചാൽ, നമ്മളിനി വെള്ളം യൂസ് ചെയ്യുമ്പം വെള്ളം നമ്മുടെ ടേബിളിലാവണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓരോ ടിഷ്യൂ എടുത്തിട്ട് അതിൻ്റെ എൻഡിലൂടെ ഒന്ന് കളർ ചെയ്യാം. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഫ്ലവേഴ്സിന് പറ്റുന്ന കളർ ചൂസ് ചെയ്യാന്നേ ഉള്ളൂ. ഇതിപ്പം പെയിന്റിങ് കളർ യൂസ് ചെയ്യുകയാണെങ്കിൽ സൈഡിൽ കൂടെ ഒന്ന് കുറച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടേ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പം ഞാൻ കളർ പെന്നായതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് ഇപ്പം ഇത് കംപ്ലീറ്റ് ആയല്ലോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട്, ഇനിയിപ്പോൾ ബ്രഷ് യൂസ് ചെയ്യണമെങ്കിൽ ബ്രഷ് ചെയ്യാം. ഞാൻ ഇപ്പം ബ്രഷ് ഒന്നും യൂസ് ചെയ്യില്ല, കൈ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ ഈ ഓറഞ്ച് കളർ, അതായത് നമ്മുടെ പെയിന്റിന്റെ ആ ഭാഗത്ത് സൈഡിൽ കൂടെ കുറച്ച് വെള്ളം ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പൊ എന്താ വെച്ചാൽ നടുക്കിലേക്ക് ആ ലൈറ്റ് ഷെയ്ഡ് ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇതിനെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കിത് ഈ ഒരു ഫോമിൽ കിട്ടും. അപ്പോൾ ഇതേപോലെ ബാക്കി എല്ലാ പേപ്പേഴ്സും ചെയ്തിട്ട് വരാം. ഓക്കെ,
ഒരു ഹാക്കും കൂടെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നമ്മളിത് ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ പഠിക്കുക. അപ്പൊ ഞാൻ ചെയ്ത് നോക്കിയപ്പം ഒരു സെറ്റ് എടുത്തിട്ട് നമ്മൾ ഓരോന്നും കളർ ചെയ്യുന്നതിന് പകരം ഒരു സെറ്റ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒന്ന് കളർ ചെയ്യുക. നല്ലോണം ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഓടിച്ചിട്ട് കാര്യമില്ല, നല്ലോണം കളർ ആവണം. കാരണം എല്ലാ ലെയേഴ്സിലും ആവണമല്ലോ, എല്ലാ പേപ്പേഴ്സിനകത്തും ആവണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്ന് ഓരോ പേപ്പേഴ്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒന്ന് ഇതിൽ ഡിപ്പ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് പിഴിഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് വേണ്ട ഷെയ്ഡ് ഇങ്ങനെ കിട്ടും. അറ്റത്ത് ഡാർക്കായിട്ടും നടുക്കിലേക്ക് ലൈറ്റായിട്ടും. കണ്ടോ? അപ്പൊ ഇതുപോലെ ചെയ്താലും മതി. ഓക്കെ, അപ്പൊ ഇതാ നമ്മളിതെല്ലാം കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ ആവണം. നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇത് ഡ്രൈ ആവുമ്പം കുറച്ച് സ്റ്റിഫ് ആവും. ആ സ്റ്റിഫ്നെസ് നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. സോ നമുക്ക് ഇതൊന്ന് ഡ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് വരാം. അപ്പൊ അതാ നമ്മുടെ ടിഷ്യൂ പേപ്പേഴ്സ് കംപ്ലീറ്റ് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? അതായത് ഇത്ര എണ്ണം നേരത്തെ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ആലോചിക്കുന്നുണ്ടാവും. അതായത് നമ്മൾ ടിഷ്യൂ പേപ്പർ കണ്ടിട്ടില്ലേ? ടിഷ്യൂ പേപ്പർ ഒന്ന് ഇങ്ങനെ പൊളിച്ചാൽ 2 പേപ്പറായി കിട്ടും. അതായത് ഒരു ടിഷ്യൂ പേപ്പർ തന്നെ നടുക്ക് കൂടി ഇങ്ങനെ കാണിച്ചതേ. ഇതാ ഇപ്പൊ ഈ ഒരു ടിഷ്യൂ പേപ്പർ നമ്മള് ഇവിടെ ഇങ്ങനെ അത് നമ്മൾ ഇതാ ഇങ്ങനെ കിട്ടും. അപ്പൊ ഇത് പ്രത്യേകിച്ചിട്ട് ഇപ്പൊ ഇത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കണം. നനഞ്ഞു കഴിയുമ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ അങ്ങനെ എല്ലാം മാറ്റി. അപ്പൊ നമ്മൾ ഇരട്ടി എണ്ണം ഉണ്ടായല്ലോ, അത്ര കട്ടീൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഒരു ടൂത്ത് പിക്കോ, ഇത് ചന്ദനത്തിരിയുടെ അടിയിലെ സംഭവമാണ്, ടൂത്ത് പിക്ക് ഇല്ല എൻ്റെ കയ്യില്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ആക്ച്വലി ചെയ്യാൻ പോകുന്ന ഇങ്ങനെ വെച്ച് ഫില്ല് ചെയ്ത് ആ റോസിന്റെ ഷേപ്പ് ആക്കി എടുക്കുക ചെയ്യാൻ പോകുന്നത്. അപ്പൊ റോസ് പെറ്റൽസ് നമ്മൾ കണ്ടിട്ടില്ലേ എങ്ങനെയായിരിക്കുന്നേ? അതായത് ഇതൊരു പെറ്റലാണെങ്കിൽ 2 സൈഡും ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് റോളായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോ അതായത് ഇത് രണ്ടും പെറ്റൽസ് ആയിട്ട് വരാൻ പോവുക. അപ്പോ ഈ 2 ഭാഗങ്ങളും ഉള്ളിലേക്ക് മടക്കുക. അതേപോലെ തന്നെ സെയിം, അതായത് ഇങ്ങനെ വെക്കുമ്പം ഈ രണ്ടും ഒരേ ഭാഗത്തേക്ക് മടങ്ങുന്ന രീതിയിൽ നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ടൂത്ത് പിക്കോ ഒരു ഈർക്കലയോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോ ഇങ്ങനെ വെച്ചു കൊടുക്കാനല്ലേ പോകുന്നേ. അപ്പൊ നമ്മള് 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടി ഇങ്ങനെയൊന്ന് ചുരുട്ടി, അതേപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്കല്ല, അതായത് രണ്ടും ഇങ്ങനെ വെക്കുമ്പോൾ ഒരേ ഡയറക്ഷനിൽ. അപ്പൊ ഇത് വീണ്ടും ഉള്ളിലേക്ക് ചുരുട്ടുക, ഇവിടെ അതേപോലെ ഉള്ളിലേക്ക് ചുരുട്ടുക. കണ്ടോ? ഇപ്പൊ അത് റോസ് പെറ്റൽ പോലെ ആയില്ലേ? അപ്പൊ ഇതേപോലെ എല്ലാ പേപ്പേഴ്സും ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. ഒരു പണിയില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കി നമ്മൾ വെറുതെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പം ആ ഒരു റോളിങ് കിട്ടില്ല, മടങ്ങി പോവുക. അതുകൊണ്ടാണ് നമ്മളൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈർക്കലയോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഇത് കംപ്ലീറ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് വരാം. അപ്പോ നമ്മളിതാ എല്ലാ പെറ്റൽസും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഭാഗം നമുക്ക് അതായത് പൂവിന്റെ പുറമേക്കാണ് വരേണ്ടത്. സോ ഇങ്ങനെയാ വെക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഗം വെച്ച് അടുത്ത പെതള് അടുപ്പിച്ചെന്നെ വെക്കണം കേട്ടോ കുറച്ച്.
കണ്ടോ, ഇങ്ങനെ നമുക്ക് നല്ലൊരു റോസ് കിട്ടും. ഇതേപോലെ നമുക്ക് കുറച്ച് എണ്ണം കൂടെ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് അതിന്റെ സ്റ്റെമ്മും കാര്യങ്ങളും ഫിക്സ് ചെയ്യാം. അപ്പൊ ദാ നമ്മള് ഫ്ലവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ഗ്രീൻ കളർ ഇടയിൽ കാണാൻ എന്താന്ന് വിചാരിക്കേണ്ട, കാരണം എൻ്റെ ഗ്ലൂ അബദ്ധവശാൽ ഗ്രീൻ കളർ ആയിപ്പോയി. അത് ട്രാൻസ്പെറന്റ് എടുത്ത് അത്രയും നല്ലത്. ഇത് ഉണങ്ങുമ്പോഴേക്കും റെഡി ആയിക്കോളും. അപ്പൊ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം 3 ഫ്ലവേഴ്സ് അല്ലേ ഉള്ളത്. അപ്പം ഈ സ്ക്വയർസ് എടുത്തിട്ട് നമുക്ക് 2 പീസാക്കാം. അത്ര നീളത്തിന്റെ ആവശ്യം എനിക്ക് ഉണ്ട് തോന്നുന്നില്ല. അപ്പം 3 സ്ക്വയർസ് എടുത്തിട്ട് ഹാഫ് ആക്കിയിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോ നമുക്കിത് ഹാഫ് ആക്കാം. ഈ സൈസിലുള്ള സ്റ്റിക്സിന്റെ ആവശ്യം നമുക്കുള്ളൂ. സോ ഒരു ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ കുറച്ച് നല്ലോണം ഗ്ലൂ അപ്ലൈ ചെയ്യാം. കാരണം വേറെ പിടുത്തമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് സ്ക്യൂവേഴ്സ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇത് ഇനി ഉണങ്ങട്ടെ. 2 സെക്കൻഡ് ഇങ്ങനെ പിടിച്ചാൽ മതി, ഉണങ്ങിക്കോളും. അങ്ങനെ ഈ 6 ഫ്ലവേഴ്സും നമുക്ക് സ്ക്യൂവേഴ്സിൽ ഫിക്സ് ചെയ്തിട്ട് അതൊന്നൊരു പോട്ടിൽ വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ആൻഡ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെയും ബൈ.